അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞ് വിജയികളാകണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളിൽ ഒരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം വിജയകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുക എന്നത് മാത്രമായിരിക്കണം. വിജയകരമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു വിശ്വാസി ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്നവരുമായിരിക്കണം എന്ന് തിരുവചനം ശക്തവും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഭേദാഭേദങ്ങളെ തിരിച്ചറിയേണ്ടതിനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ വിശ്വാസിയുടെ ജീവിതം വിശുദ്ധവും കുറ്റമറ്റതും ആയിത്തീരുകയുള്ളൂ. നല്ലതും തീയതും ഗുണകരമായതും ഗുണകരമല്ലാത്തതും വേണ്ടതും വേണ്ടാത്തതുമായതും സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതുമായ കാര്യങ്ങളെ ഒരു വിശ്വാസി വിവേചിച്ചറിയുന്നവനാകണം. എങ്കിൽ മാത്രമേ അവൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുവാനാകില്ല എന്ന് മാത്രമല്ല, പിന്മാറ്റത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തപ്പെടുകയും ചെയ്യും.
തോന്നലുകളല്ല വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനം. ഹൃദയത്തിൽ അപ്പോഴപ്പോൾ തോന്നുന്നത് ചെയ്യുന്നതല്ല ഒരു ഭക്തന്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ദൃഢനിശ്ചയത്തോടെ ദൈവിക നടത്തിപ്പിന് കീഴ്പ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നേറുവാനുള്ള മുഖാന്തരം. അബ്രഹാമി സന്തതികൾ മിസ്രൈമിൽ നിന്ന്, അടിമ വീട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടും ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിൽ പ്രവേശിക്കപ്പെട്ട് അത്ഭുതകരമായി, അതിശയകരമായി നടത്തപ്പെട്ടു, പരിപാലിക്കപ്പെട്ടിട്ടും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് മോശ മുഖാന്തരം അവരെ നടത്തിയിട്ടും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറെ നല്ലത് എന്നവർക്ക് തോന്നി. വിട്ടുപോകുന്നിടത്തെ അനുഭവങ്ങൾ നന്മയാണെന്ന് തോന്നിത്തുടങ്ങുന്നിടത്ത് പിന്മാറ്റത്തിൻ്റെ ആദ്യ ചുവട് വയ്ക്കുവാൻ ഇടയായിത്തീരും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തോന്നരുത്. നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇറക്കിക്കൊണ്ടുവന്ന പാരമ്പര്യ മണ്ഡലത്തിലേക്ക്, പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്വത്തിൻ്റെ കീഴിലേക്ക്, പണ്ട് അനുഭവിച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു തളർച്ചയോ ക്ഷീണമോ ഒക്കെ തോന്നുന്ന സമയത്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുക, പറയുക, അയവിറക്കുക എന്നൊക്കെയുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ സമയത്ത് നമുക്ക് തോന്നി തുടങ്ങുക, ഇറങ്ങാതിരുന്നെങ്കിൽ, വരാതിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്നെനിക്ക് ഉണ്ടാകുകയില്ലായിരുന്നു, അതായിരുന്നു നല്ലത് എന്നൊക്കെ തോന്നിത്തുടങ്ങുന്നത് അവർക്ക് അത് വലിയൊരു പരാജയത്തിലേക്കുള്ള കാൽവെപ്പായിരിക്കും എന്ന് തിരിച്ചറിയണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ ജീവിതത്തിൽ ശത്രുവിൻ്റെ തന്ത്രത്താൽ ഉണ്ടാകുമ്പോൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞാൽ, തോന്നലുകളുടെ പുറകിലെ അപകടക്കണികളെ തിരിച്ചറിയുവാൻ താല്പര്യപ്പെട്ടാൽ, പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിലെ അതിനെ മറികടക്കുവാൻ കഴിയുവാനിടയാകും. കനാനിലേക്കുള്ള യാത്രയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് വാഗ്ദത്ത യാത്ര തുടരുന്നതിനു പകരം അവിടേക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിലും നല്ലത് മിസ്രൈമിലേക്ക് വിട്ടുപോകുന്നതിലേക്ക് മടങ്ങുന്നതാണ് നല്ലതാണെന്ന് അവർക്ക് തോന്നുകയായിരുന്നു. ഇത് ശത്രുവിൻ്റെ പദ്ധതിയാണ്. അവരുടെ അനേകരുടെയും ഹൃദയങ്ങളെ ശത്രു പഴയതിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ഇടയായിത്തീർന്നു. അവിടെ ശത്രു അവരിൽ വിജയിക്കുകയായിരുന്നു. മരുഭൂയാത്രയിലെ ദൈവിക കരുതലുകളും നടത്തിപ്പുകളും ആസ്വദിച്ചനുഭവിച്ചു പോകുമ്പോഴും മിസ്രൈമാണ് നല്ലത് എന്ന് ഹൃദയങ്ങളിൽ തോന്നിപ്പിക്കുകയും അധരം കൊണ്ട് അത് പറയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ, അനുഭവത്തിൽ പിശാച്, ഫറവോന്റെ തന്ത്രം അവരുടെ ഇടയിൽ വലിയ സ്വാധീന ശക്തി ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയണം. കൂടപ്പിറപ്പുകളെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ നമ്മളെ അത്ഭുതകരമായി, അതിശയകരമായി പരിപാലിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യമാണ് ആത്മീയ ജീവിത നിലവാരം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും നടത്തിപ്പുകളും നൽകി തരികയും ഒക്കെ ചെയ്ത് അനുഭവിക്കുമ്പോൾ മിസ്രൈമാണ് എനിക്ക് നല്ലത് എന്ന് ഹൃദയങ്ങളിൽ തോന്നിപ്പിക്കുന്ന, അത് നമ്മുടെ നാവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക നിലയിൽ ഫറവോന്റെ തന്ത്രങ്ങളുടെ സ്വാധീന ശക്തി വലിയതായി നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഈ തിരുവചന ഭാഗത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്നുണ്ടാകയാൽ നമ്മുടെ ആധുരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി നിർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്കിടയായിത്തീരും. മോശ മുഖാന്തരം ഇറങ്ങി പുറപ്പെടുവിക്കപ്പെട്ട ദൈവജനം അവർ മരുഭൂമിയിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കരുതലുകളും പരിപാലനമൊക്കെ അനുഭവിച്ച് മുൻപോട്ട് പോകുമ്പോഴും മിസ്രൈമാണ് ഞങ്ങൾക്ക് നല്ലത്,
എന്ന് ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയും അവരുടെ അധരം കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യത്തക്ക നിലയിൽ ഫറവോന്റെ തന്ത്രങ്ങളുടെ സ്വാധീന ശക്തി വലിയതായി അവരിൽ പ്രവർത്തിച്ചതിന് കാരണം എന്നത് ഏത് നല്ലത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതിരുന്നതാണ്. അർത്ഥാൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രിയരെ, കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവജനങ്ങളുടെ ഇടയിലും ശത്രു ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫറവോന്റെ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ടെന്നും നാം വിവേചിച്ചറിയണം. അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ നാം തിരിച്ചറിയണം. വാഗ്ദത്ത പ്രകാരമുള്ള യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ യാത്രയ്ക്ക് കർശനമായ നിയമങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. ആ യാത്ര ചെയ്യുന്നവർക്ക് പരിപാലനവും നടത്തിപ്പുമുണ്ട്. അതനുഭവിച്ച് യാത്ര ചെയ്യവേ അതും നല്ലത് ഇതും നല്ലത് എന്നുള്ള തോന്നൽ നമ്മിൽ ഉളവാകുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അതും നല്ലത് ഇതും നല്ലത് എന്നുള്ള ഒരു അവസ്ഥയില്ല. അത് മോശം ഇത് നല്ലത് എന്ന ഒരു ചിന്ത മാത്രമേ ആത്മീയമായ നടത്തിപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകാവൂ. രണ്ടും ഒരുപോലെ നല്ലതാകില്ല. അതിലൊന്നു മാത്രമേ നല്ലതുള്ളൂ. അത് മാത്രമേ ഗുണകരമാകുകയുള്ളൂ. അത് മാത്രമേ നാം സ്വീകരിക്കാവൂ. അതിന് വിവേകവും തിരിച്ചറിവും പരിജ്ഞാനവും ആവശ്യമാണ്. അത് ദൈവഭക്തർക്കുള്ള ദൈവിക ദാനങ്ങളാണ്. അവ പ്രാപിച്ച് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞ് നാം നമ്മുടെ യാത്ര തുടരുക, നമ്മുടെ ലക്ഷ്യം പ്രാപിക്കുക, ആത്മീയ ജീവിതവും വിശ്വാസ ജീവിതവും പൂർണ്ണമാക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെടാൻ, ജനം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ, ജനം മാനിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായുള്ള ജീവിതത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്നവരും ശ്രമിക്കുന്നവരുമായി തീരുവാൻ എല്ലാവരും സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കർത്താവേ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.